ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഏഞ്ചലക്കുട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു ഗൗൺ കാണിച്ചു തരാന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഗൗൺ വന്നിരിക്കുന്നത്. യോക്ക് പോർഷനിൽ ഇതേപോലെ പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ മീതിയിലായിട്ട് സ്റ്റോണും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഗൗൺ. സ്ലീവ് പോർഷനിൽ ഇതേപോലെ പ്ലേറ്റ്സ് ഇട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. 4 ലെയർ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 8 വയസ്സുള്ള എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഗൗൺ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റും ക്രേപ്പും ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ചെലവിൽ തന്നെ നമുക്ക് നല്ലൊരു ഗൗൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിപ്പോൾ ഗൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ. ബ്ലൂ തന്നെ ഡബിൾ ഷെയ്ഡിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് പ്ലെയിൻ നെറ്റാണ്. പ്ലെയിൻ നെറ്റ് ഞാൻ 5 മീറ്റേഴ്സ് വെച്ചിട്ട് 2 ഷെയ്ഡിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ പ്ലെയിൻ നെറ്റ് ഞാൻ എടുത്തിരിക്കുന്നത് 10 മീറ്റേഴ്സ് ആണ്. പിന്നെ ക്രേപ്പ് എടുത്തിരിക്കുന്നത് 2 മീറ്റേഴ്സ് താഴെ സ്കേർട്ടിനും 1 മീറ്റർ നമ്മുടെ യോക്കിൻ്റെ പോർഷനിൽ കൊടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും ഡബിൾ ഷെയ്ഡിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. യോക്ക് പോർഷനിൽ 1 മീറ്റർ എടുത്തത് എന്താണെന്ന് വെച്ചാൽ വേറെ ലൈനിങ് ഒന്നും ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ക്രേപ്പ് തന്നെ ഡബിൾ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടിട്ടാണ് 1 മീറ്റർ എടുത്തിരിക്കുന്നത്. കോട്ടൺ ലൈനിങ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രേപ്പ് 1/2 മീറ്റർ മതി കേട്ടോ. ബാക്കി നമ്മൾ വേറെ ലൈനിങ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ലൈനിങ് കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മെഷീൻ എംബ്രോയിഡറി വരുന്ന ഈ ഒരു നെറ്റും കൂടിയാണ് കേട്ടോ. ഈ നെറ്റ് ഞാൻ ബാക്ക് സൈഡിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ 1/2 മീറ്റർ എടുത്തതുകൊണ്ട് ഫ്രണ്ട് സൈഡിലും ഈ നെറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കൂടാതെ കോട്ടൺ ലൈനിങ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കോട്ടൺ ലൈനിങ് സ്കേർട്ട് പോർഷനിലും യോക്ക് പോർഷനിലും കൂടി 2.5 മീറ്റേഴ്സ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് മെറ്റീരിയൽ കട്ട് ചെയ്യാം. അപ്പോൾ മെറ്റീരിയൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യോക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ലൈനിങ് നമുക്ക് ഇതേപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിടാം കേട്ടോ. മെറ്റീരിയൽ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ചെസ്റ്റ് വിഡ്ത്തിന്റെ 1/4 എടുത്തിട്ട് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഉണ്ടാകുന്ന നോക്കണം. എന്നിട്ട് വേണം കേട്ടോ നമ്മൾ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് മെറ്റീരിയലിൻ്റെ അരികു പോർഷൻ ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ലെവലല്ലായിരിക്കും. അപ്പോൾ ആ കറക്റ്റ് ലെവലിൽ ഇതേപോലെ വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനേ. അപ്പോൾ ആദ്യം മാർക്ക് ചെയ്യുന്ന അളവ് ഷോൾഡറാണ്. അപ്പോൾ ഷോൾഡറിൻ്റെ ഹാഫ് എടുത്തിട്ട് അത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ട ഷോൾഡർ എന്ന് പറയുന്നത് 11 ഇഞ്ചസ് ആണ്. അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോഴത്തേനും 5.5 വരും കേട്ടോ. അത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു 5.5 തന്നെ ഞാൻ താഴെ കൈക്കുഴിക്ക് വേണ്ടിയിട്ടും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ നമുക്ക് എത്രയാണോ ചെസ്റ്റ് വിഡ്ത്ത് വേണ്ടത് അതിൻ്റെ 1/4 മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തയ്യൽ തുമ്പ് നമ്മൾ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് എത്രയാണോ തയ്യൽ തുമ്പ് ആവശ്യം അതനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഈ പിഞ്ചിപ്പോണ മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി കൂടുതൽ തയ്യൽ തുമ്പ് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കൈക്കുഴി കർവ് ചെയ്ത് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് ആ കൈക്കുഴി കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഇവിടെ ഞാനിപ്പോൾ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ചൊന്നും കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. 2 സൈഡും ഒരേപോലെ തന്നെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ സ്ലീവ് ലെങ്ത് ഉള്ള സ്ലീവ് അല്ല, അതുകൊണ്ട് തന്നെ ഫ്രണ്ട് സൈഡ് കൈക്കുഴി കുഴിച്ചൊന്നും കട്ട് ചെയ്യുന്നില്ല കേട്ടോ. എന്നിട്ട് ഈ ഷോൾഡറിന്റെ വശത്തുനിന്ന് സ്ലോപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നെക്കിന്റെ വിഡ്ത്ത് കഴിഞ്ഞിട്ടുള്ള പോർഷനിൽ വേണം നമ്മൾ സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പം ഞാൻ 4 ഇഞ്ചിലാണ് സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് യോക്ക് പോർഷന്റെ ടോട്ടൽ ലെങ്ത് ആണ് കേട്ടോ. അപ്പോൾ ടോട്ടൽ ലെങ്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിന്റെ കൂടെ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷോൾഡറിന്റെ ആ ഒരു ജോയിന്റിന്റെ ഒരു തയ്യൽ തുമ്പും പിന്നെ താഴത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള തയ്യൽ തുമ്പും അതും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ ടോട്ടൽ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് അവിടുത്തെ വിഡ്ത്ത് എത്രയാണോ അതിൻ്റെ 1/4 എടുത്തിട്ട് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ 1 ഇഞ്ച് മേലോട്ടാക്കിയിട്ട് ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഈ മാർക്ക് ചെയ്ത അളവുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ലൈനിങ് പോർഷൻ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തന്നെ പ്ലെയിൻ നെറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ നെറ്റിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഡിസൈൻ നെറ്റിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. മെഷീൻ എംബ്രോയിഡറി വരുന്ന ആ നെറ്റ് ഞാൻ ബാക്ക് സൈഡിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. പക്ഷേ ഞാൻ ആ ഒരു മെറ്റീരിയൽ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഫ്രണ്ട് സൈഡിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ക്രേപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മടക്കിയിട്ടില്ലേ അതേപോലെ തന്നെയാണ് ഈ നെറ്റും മടക്കിയിടുന്നത് കേട്ടോ. 4ആയിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
എന്നിട്ട് അതിൻ്റെ മീതെ ഇതേപോലെ ആ കട്ട് ചെയ്ത ക്രേപ്പാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അളവുകളൊക്കെ മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഉള്ളിൽ വേറെ ലൈനിങ് ഒന്നും ഇടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ക്രേപ്പ് തന്നെ ഡബിളായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 4 പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് സൈഡിൻ്റെ 2 പീസ്, ബാക്ക് സൈഡിനും 2 പീസായിട്ട്. പിന്നെ നെറ്റുമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അടുത്തത് നമ്മൾ കട്ട് ചെയ്യുന്നത് സ്കേർട്ട് പോർഷനാണ് കേട്ടോ. അപ്പോൾ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്തിടുക. 4ആയിട്ട് ഫോൾഡ് ചെയ്തിടുന്നത് കോണോട് കോണായിട്ടാണ് കേട്ടോ മടക്കിയിടുന്നത്. ആദ്യം അപ്പോൾ ഇതേപോലെ 2ആക്കി ഒന്ന് മടക്കിയിടുക. എന്നിട്ട് അതിന് ശേഷം ഈ മൂല കൊണ്ട് ഇതേപോലെ അങ്ങ് മടക്കിയിടുക കേട്ടോ. മടക്കിയിട്ടതിന് ശേഷം ഈ മൂലയിലായിട്ട് നമ്മൾ അരവണ്ണമാണ് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അരവണ്ണത്തിൻ്റെ 1/4 ഇതേപോലെ ഒന്ന് അളന്നെടുക്കുക. എന്നിട്ട് ആ ഒരു ഫോൾഡിൻ്റെ വശത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ വരെയുള്ള ലെങ്ത്ത് എത്രയാണെന്ന് നോക്കുക. മാർക്കിംഗ് ചെയ്ത് അവിടുത്തെ ലെങ്ത്താണ് കേട്ടോ നോക്കേണ്ടത്. കണ്ടോ, ഇതേപോലെ വെച്ച് നോക്കുക. എന്നിട്ട് ആ ഒരു അളവ് തന്നെ ഉണ്ടോ, ഈ ഒരു അളവാണ് വന്നിരിക്കുന്നത്. ആ ഒരു അളവ് തന്നെ ഇങ്ങനെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ടേപ്പ് പിടിച്ചിട്ട് ഇതേപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു കർവ് സൈഡിൽ നമുക്ക് എത്രയാണോ അരവണ്ണം വേണ്ടത് അതിൻ്റെ 1/4 പിന്നെ തയ്യൽ തുമ്പും അങ്ങനെയാണ് കണക്കാക്കി വേണം നമ്മൾ ആദ്യം ടേപ്പ് പിടിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ആ ഒരു അളവ് തന്നെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത് കണ്ടോ, ഇതേപോലെ ഒന്ന് അളന്നിങ്ങനെ നോക്കുക. അപ്പോൾ നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റ്സ് അനുസരിച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ടോട്ടൽ ലെങ്ത്ത് എത്രയാണോ ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ടോട്ടൽ നമുക്ക് വേണ്ട ലെങ്ത്ത് എത്രയാണോ അതും അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മാർക്ക് വരുന്ന ആ വശമില്ലേ, അവിടെ നിന്ന് നമ്മൾ നേരെ മേലോട്ടാക്കിയിട്ട് വേണം ടേപ്പ് പിടിക്കാനായിട്ട്. അതായത് മെറ്റീരിയലിൻ്റെ തുമ്പത്ത് വേണം ടേപ്പ് പിടിക്കാനായിട്ട്. കണ്ടോ, ഈ തുമ്പത്ത് പിടിച്ചിട്ട് വേണം ആ ലെങ്ത്ത് വരെയുള്ള ആ ഒരു മെഷർമെൻറ്റ്സ് എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഫുള്ള് റൗണ്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫുള്ള് കർവ് ഇതേപോലെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫുള്ളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഈ മൂലയിലായിട്ട് കുറച്ചുകൂടി മെറ്റീരിയൽ നമുക്ക് തികയാതെയുണ്ട്. അപ്പോൾ തികയാതെയുള്ള ആ പോർഷനിൽ ഇതേപോലെ ബാലൻസ് വന്ന മെറ്റീരിയൽ എടുത്തിടുക. എന്നിട്ട് ആ ഒരു ബാലൻസ് എത്രയാണോ നമുക്ക് വേണ്ടത് ആ ഒരു അളവ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ള ആ സ്റ്റിച്ചിങ്ങിനുള്ള മെറ്റീരിയലും കൂടി ഇട്ടിട്ട് വേണം നമ്മൾ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാൻ കേട്ടോ.
അപ്പോൾ ഇതേപോലെ അളവൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ജോയിൻ്റ് പോർഷൻ ആയതുകൊണ്ട് അതൊന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കേർട്ട് പോർഷൻ്റെ ലൈനിങ് മെറ്റീരിയൽ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെറ്റ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നെറ്റ് ഇതേപോലെ മടക്കിയിട്ടുണ്ട് കേട്ടോ. 5 മീറ്റർ മെറ്റീരിയലാണ് ഇത്. അപ്പോൾ ഇത് ഇതേപോലെ അങ്ങ് മടക്കിയിട്ടുണ്ട് ഫുള്ള്. അപ്പോൾ സ്കേർട്ടിനുള്ള പീസാണ് കേട്ടോ ഇത്. അപ്പോൾ സ്കേർട്ടിന് വേണ്ടിയിട്ട് ഞാൻ താഴത്തായിട്ട് ചുരുക്കിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിന് കുറച്ചിട്ടുള്ള ലെങ്ത്താണ് സ്കേർട്ടിന് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൗണിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ് വേണ്ടത്, അതിൽ നിന്ന് യോക്കും പിന്നെ താഴത്ത് ഞാൻ ഗ്യാദേഴ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത്രയും പീസും കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഒരു ലെങ്ത്താണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതും പിന്നെ തയ്യൽ തുമ്പും അരയിഞ്ച് വെച്ച് മേലെയും താഴെയും തയ്യൽ തുമ്പ് വരും. ആ ഒരു തയ്യൽ തുമ്പും കൂടി കണക്കാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരൊറ്റ പീസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി നമ്മുടെ സ്ലീവിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ലീവ്സിൽ ചുരുക്കിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള മെറ്റീരിയൽ എടുക്കുന്നത്. അതുകൂടാതെ താഴത്ത് ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കാൻ, അതായത് സ്കേർട്ടിൻ്റെ താഴത്ത് ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കാനും എടുക്കുന്നുണ്ട് കേട്ടോ, ബാലൻസ് ഉള്ള മെറ്റീരിയൽ. ഇനി ബാലൻസ് ഉള്ള പീസിൽ നമുക്ക് സ്ലീവ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ 7 ഇഞ്ചസ് വെച്ചിട്ടാണ് ഞാൻ വീതി എടുക്കുന്നത് മെറ്റീരിയലിൻ്റെ. അത് മടക്കിയിട്ടിട്ടാണ് ചുരുക്കിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 7 ഇഞ്ചസ് എടുക്കുമ്പോഴത്തേനും അതിൻ്റെ ഹാഫേ നമുക്ക് സ്ലീവിനായിട്ട് വരുന്നുള്ളൂ. ഹാഫ് എന്ന് പറയുമ്പോഴത്തേനും 3.5 ഇഞ്ചാണ് സ്ലീവ്സിനായിട്ട് വരുന്നത്. ആ 3.5 ഇഞ്ചിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കഴിഞ്ഞ് ബാക്കി 3 ഇഞ്ചോളവേ നമുക്ക് ആ ഒരു ചുരുക്കിട്ട് കൊടുക്കുന്നതിൻ്റെ വീതി കിട്ടത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് മെറ്റീരിയൽ എടുക്കുക. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചസാണ് ആ ഒരു സ്ലീവിൽ ചുരുക്കിട്ട് കൊടുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ സ്ലീവ്സിന് കട്ട് ചെയ്ത് ബാലൻസ് ഉള്ള മെറ്റീരിയൽ ഞാൻ നമ്മുടെ സ്കേർട്ടിൻ്റെ താഴെ ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി എടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 5 മീറ്റർ മെറ്റീരിയലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു തുള്ളി പോലും വേസ്റ്റ് വരത്തില്ല. ഇത് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇത് ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി, അതായത് സ്കേർട്ടിൻ്റെ താഴെ ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 11 ഇഞ്ചസാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന്ന് 3 പീസാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ലെങ്ത്ത് വേണ്ടത് 10 ഇഞ്ചസാണ്, പക്ഷേ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ടാണ് 11 ഇഞ്ചസിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു പീസിൽ നിന്ന് 3 പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ശേഷം ബാക്കി വരുന്ന പീസിൽ നിന്നാണ് നമ്മൾ യോക്ക് പോർഷനിൽ ഫ്ലീറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ നെറ്റ് എന്ന് പറയുന്നത് നല്ല വീതിയുള്ള നെറ്റായത് കൊണ്ടിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. വീതി കുറഞ്ഞ നെറ്റാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ലെങ്ത് ആയിട്ട് വാങ്ങിക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ ആകുമ്പോഴത്തേനും 10 മീറ്റർ എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് 15 മീറ്ററൊക്കെ എടുക്കേണ്ടി വരും, വീതി കുറവാണെന്നുണ്ടെങ്കിൽ.
അടുത്തത് നമുക്ക് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ക്യാൻവാസ് കട്ട് ചെയ്യാൻ വേണ്ടി ഇതേപോലെ മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് എത്രയാണോ നെക്കിൻ്റെ വിഡ്ത്ത് വേണ്ടത് അത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബാക്ക് സൈഡിനും ഫ്രണ്ട് സൈഡിനും കൂടി ഒന്നിച്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോഴത്തേനും ഷോൾഡർ ജോയിൻറ്റിൻ്റെ ആ ഒരു തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് 1 ഇഞ്ച് നമ്മുടെ ക്യാൻവാസ് പേപ്പർ കൂടുതൽ നിൽക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്തും കൂടി ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഫുള്ള് നമുക്ക് ഏതൊരു മോഡലിലാണോ നെക്ക് വേണ്ടത് ആ ഒരു മോഡലിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഫ്രണ്ട് സൈഡിന് അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്ക് സൈഡിന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലൈനിങ് കോട്ടനും കൂടി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാൻവാസിൻ്റെ ആവശ്യമില്ല കേട്ടോ. നേരിട്ട് കോട്ടണിൽ നെക്ക് മാർക്ക് ചെയ്തിട്ട് അതിൽ കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ലൈനിങ് ക്രേപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടിട്ടാണ് കേട്ടോ ഈ ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നെക്ക് നല്ല പെർഫെക്ഷനായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ക്യാൻവാസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കോട്ടണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കറക്റ്റ് നെക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഇതേപോലെ ക്യാൻവാസിലൊരു പേഴ്പിന്നും കൂടി കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്യാൻവാസിൽ ഇതേ നെക്കുകൾ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങിൽ ഇതൊന്ന് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഫ്രണ്ട് പോർഷനിൽ യോക്കിൻ്റെ ആ പോർഷനാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈനിങ് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീതയിലായിട്ട് പുറമേ വരുന്ന മെറ്റീരിയലും ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ ഫ്രണ്ട് സൈഡിൽ ഏത് നെക്കാണോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ നെക്കിൻ്റെ ക്യാൻവാസ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ആ നെക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ വീഡിയോയിൽ നെക്ക് ക്ലിയർ ആണോന്നറിയില്ല. ഞാനപ്പോൾ ആ നെക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന്. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള നെറ്റ് ഇതേപോലെ, അതായത് നമുക്ക് എത്രയാണോ വീതി വേണ്ടത് അതനുസരിച്ചിട്ടുള്ള വീതിയിൽ മെറ്റീരിയൽ എടുക്കുക. ഇത്രയും വീതിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് എത്രയാണോ നീളം വേണ്ടത് അതനുസരിച്ച് എടുക്കുക. ഞാനിവിടെ 4.5 മീറ്ററാണ് ഇതിൻ്റെ നീളം എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തുമ്പ് പോർഷൻ ഉള്ളിൽ പോകത്തക്ക രീതിയിൽ മടക്കി ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഓരോ ലെയറും ഇതേപോലെ മടക്കി മടക്കി വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ മെഷീനിൽ വെച്ച് തന്നെ ഓരോ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതേപോലെ പിൻ ചെയ്യണമെന്നില്ല.
അപ്പോൾ ഇത് ഈ അരികു വരെ ഇതേപോലെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ജോയിൻ ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണിത്. അപ്പോൾ ഇത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാലൻസ് ഉള്ള ആ മെറ്റീരിയൽ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡും കൂടി ഇതേപോലെ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബാലൻസ് ഉള്ള മെറ്റീരിയൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്ന മെറ്റീരിയലിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 4.5 മീറ്റർ ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ വിഡ്ത്തിലാണ് നമ്മൾ നെറ്റ് എടുത്തത്. അപ്പോൾ നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനിങ്ങിൽ ഇതേപോലെ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതേപോലെ കറക്റ്റ് സെൻറ്ററാക്കി നമ്മൾ നെക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നെക്കിൻ്റെ ആ അരികത്തൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ വിട്ടിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റിച്ചിൽ മുട്ടാതെ ഇതേപോലെ കട്ടിങ് ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ഇഞ്ച് അകലത്തിലോ അല്ലെങ്കിൽ 1/2 ഇഞ്ച് അകലത്തിലോ ഇതേപോലെ കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തിരിച്ചിട്ടിട്ട് ഒന്നെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ അയൺ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ നെക്ക് ഇതേപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഫുള്ള് ആ ലൈനിങ് ഒന്ന് കൂട്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്രേപ്പ് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ, അതുകൊണ്ടിട്ടാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ സ്കേർട്ടിൻ്റെ പോർഷനാണിത്. അപ്പോൾ ലൈനിങ് ആണ് ഈ എടുത്തിട്ടിരിക്കുന്നത്. അതിൻ്റെ മീതയിലായിട്ട് നമ്മൾ നെറ്റ് ചുരുക്കിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ലൈനിങ്ങിൻ്റെ മീതയിലായിട്ട് ഇതേപോലെ നെറ്റിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് യോക്ക് പോർഷൻ്റെ മീതയിലായിട്ട് ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചില്ലേ നമ്മൾ സ്കേർട്ട് പോർഷൻ, അത് നല്ല വശവും കൂട്ടിയിട്ടിട്ട് ഇതേപോലെ അങ്ങ് കൂട്ടിയിട്ടിട്ട് തയ്യൽ തുമ്പ് എത്രയാണോ എടുത്തിരിക്കുന്നത് അതനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1/2 ഇഞ്ചിലാണ് തയ്യൽ തുമ്പ് എടുത്തിരിക്കുന്നതെങ്കിൽ 1/2 ഇഞ്ചിൽ നമ്മളൊന്ന് സ്കേർട്ട് പോർഷനും യോക്ക് പോർഷനും ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡ് ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫ്രണ്ട് സൈഡും ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡിൽ സിബും കൂടി പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതേ നല്ല വശവും ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ നേരത്ത് നമ്മൾ ആ ലൈനിങ് വരുന്ന ആ പോർഷൻ ഇതേപോലെ തിരിച്ചിട്ടിട്ട് വേണം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും ഷോൾഡറിൻ്റെ ആ തയ്യൽ തുമ്പ് പുറത്ത് കാണത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഷോൾഡർ ഇതേപോലെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ജോയിൻ ചെയ്യുമ്പോഴത്തേനും തയ്യൽ തുമ്പ് ഒട്ടും പുറത്ത് കാണത്തില്ല കേട്ടോ. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല പെർഫെക്ഷനായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് 2 സ്ലീവ്സ് ആണ് കേട്ടോ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 7 ഇഞ്ചസ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തില്ലേ, ആ മെറ്റീരിയലാണിത്.
ഇതപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടാണ് ഞാൻ ചുരുക്കിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് മൊത്തം ഒന്ന് ചുരുക്കിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 പീസാണല്ലോ എടുത്തിരിക്കുന്നത്. 5 മീറ്റർ വെച്ചിട്ട് 2 പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 5 മീറ്ററും ഇതേപോലെ ചുരുക്കിട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 പീസും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പീസ് തന്നെ ഞാൻ 4ആക്കി ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ കണ്ടോ, ഇതേപോലെ 4ആയിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ പുറത്തുകൂടി ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 2 പീസും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉടുപ്പിൽ ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഉടുപ്പിൻ്റെ നല്ല വശത്ത് ഇതേപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് സെൻറ്റർ പോർഷൻ നോക്കി വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 സൈഡും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ സ്ലീവ്സ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നല്ല വശം ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സൈഡ് ജോയിൻ ചെയ്യാൻ നേരത്ത് അപ്പോൾ ഇത് കൂട്ടി സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും യോക്ക് പോർഷൻ്റെ ആ തീരണ ആ വശം വരെയാണ് നമ്മൾ ആദ്യം ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ സ്കേർട്ട് പോർഷൻ്റെ പീസുകളൊക്കെ സെപ്പറേറ്റ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ 2 സൈഡിലും യോക്ക് തീരുന്നവരെ ഇതേപോലെ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി താഴോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ക്രേപ്പ് പോർഷൻ മാറ്റിയിട്ടിട്ട് നെറ്റിൻ്റെ ആ 2 സൈഡ് മാത്രം എടുത്തിട്ടിട്ട് സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ പുറമേ വരുന്ന നെറ്റ് പോർഷൻ ഇതേപോലെ 2 സൈഡും ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് വരുന്ന പോർഷൻ, അപ്പോൾ ലൈനിങ് ഞാനിവിടെ ക്രേപ്പാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ക്രേപ്പിൻ്റെ 2 സൈഡും ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഉള്ളിലുള്ള നെറ്റ് നീക്കിയിട്ടിട്ട് വേണം നമ്മൾ ക്രേപ്പ് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഉണ്ടോ, ഇതേപോലെ വെച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രേപ്പും 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്രേപ്പിൻ്റെ അടിവശത്ത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്രയാണോ തയ്യൽത്തുമ്പ് എടുത്തിരിക്കുന്നത് അതനുസരിച്ചിട്ട് വേണം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ അറേഞ്ചാണ് തയ്യൽത്തുമ്പ് എടുത്തിരിക്കുന്നത്. അതനുസരിച്ചിട്ട് ഇതേപോലെ മടക്കി വെച്ചിട്ട് ഫുള്ള് റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ ലൈനിങ്ങിൻ്റെ ആ പോർഷൻ താഴെ ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ താഴത്തെ വശത്ത് നെറ്റിൽ ചുരുക്കിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ നല്ല വശം എടുത്തിട്ടിട്ട് 11 ഇഞ്ച് വിട്ടുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തില്ലേ, അത് നമ്മളിതിൽ ചുരുക്കിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നെറ്റിൻ്റെ നല്ല വശം നോക്കിയിട്ട് ഇതേപോലെ നല്ല വശത്തിൻ്റെ പുറത്തായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തയ്യൽ തുമ്പ് എടുത്തിരിക്കുന്നത് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 4 ഇഞ്ചിലാണ്
എടുത്തിരിക്കുന്നതെങ്കിൽ 1/4 ഇഞ്ചിൽ ഇതേപോലെ ചുരുക്കിയിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ടാണ് കേട്ടോ. അതേ നമ്മുടെ ഗൗണിൻ്റെ ഫുൾ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. താഴെ ഇതേപോലെ ചുരുക്കിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ യോക്കിൻ്റെ പോർഷനിലായിട്ട് സ്റ്റോണും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.